ജീവിത നൗകയുടെ തുഴ നഷ്ടപ്പെട്ടവരാണിവർ. തിരക്കുപിടിച്ച ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തവരാണിവർ. ആരോഗ്യമുള്ളവരെ അസൂയയോടെ നോക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. മറ്റുള്ളവർ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടുമ്പോൾ താഴ്ചയുടെ പടവുകളാണ് ഞങ്ങൾ ചവിട്ടുന്നത്. ലക്ഷ്യങ്ങൾ കാതങ്ങൾ അകലെയാണ്, കണ്ണെത്താ ദൂരത്താണ്. വേദനയുടെ ശൂന്യതയാണ് ചുറ്റിലും. പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രത്യാശയുടെ കിരണങ്ങൾ ഞങ്ങൾ കൈവിടില്ല. ജീവിതത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം. പുതിയ പുൽനാമ്പുകൾ എപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. തകർന്ന പാലത്തിലും തകരാത്ത മനസ്സ് ഞങ്ങൾക്കുണ്ട്. പുറത്താവുകയാണ് ഞങ്ങളുടെ ജീവിതം. സുരക്ഷിതത്വത്തിൽ നിന്ന് അരക്ഷിതത്വത്തിലേക്ക്. ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് വാതരോഗങ്ങളിൽ, അതായത് ആർത്രൈറ്റിസിൽ തന്നെ ഗുരുതരമായ ഒരു തര ആർത്രൈറ്റിസാണ്, വാതരോഗമാണ്. ഈ വാതരോഗങ്ങൾ സാധാരണ സംഭവിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് അഥവാ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന പ്രവർത്തനത്തിലുണ്ടാകുന്ന വൈകല്യം മൂലമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ നമ്മുടെ ശരീരത്തെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ കീടാണുക്കളെ ആക്രമിക്കുകയും നമ്മുടെ ശരീരത്തെ അതിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രതിരോധ ശക്തിക്ക് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ വ്യതിയാനമുണ്ടാകുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അഥവാ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വാതരോഗങ്ങൾ ഉണ്ടാകുന്നത്. ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന വാതരോഗത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിലെ സന്ധികളെ, പ്രധാനമായും കശേരുക്കളെയാണ് ബാധിക്കുന്നത്. കശേരുക്കളെ ബാധിക്കുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ കശേരുക്കളെ അറ്റാക്ക് ചെയ്യുന്നു അഥവാ കടന്നാക്രമിക്കുന്നു. അതിനാൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശേരുക്കൾക്കിടയിൽ നീർവീഴ്ച ഉണ്ടാകുന്നു. ആദ്യമായിട്ട് ഈ അസുഖം പലപ്പോഴും തുടങ്ങുന്നത് ലോ ബാക്ക് പെയിൻ അഥവാ ഇടുപ്പിൽ അല്ലെങ്കിൽ നടുവിന് വേദന ആയിട്ടാണ് തുടങ്ങുന്നത്. ബട്ടക് പെയിൻ ആയിട്ടും ഈ ചില പേഷ്യൻസിൽ ഇത് ആദ്യമായിട്ട് തുടങ്ങാം. ബട്ടക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്തിയുടെ റൈറ്റ് സൈഡിലോ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് വേദന വരാം. അതിനുശേഷം ഈ രോഗം ആ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാം. ഈ രോഗം ബാധിക്കുന്ന ആദ്യ ദശയിൽ രോഗികൾ പലപ്പോഴും പറയുന്നത് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നടുവ് നിവർത്താൻ വയ്യ എന്ന് പറയുന്ന സിംറ്റം ആയിരിക്കും പലപ്പോഴും ആദ്യ ദശയിൽ അല്ല ആദ്യത്തെ ഘട്ടത്തിൽ വരുന്നത്. എന്നാൽ പലപ്പോഴും പലർക്കും ഡിസ്ക് കാരണമോ പല കാരണങ്ങൾ കാരണം നടുവേദന ഉണ്ടാകുന്നത് കൊണ്ട് ആളുകൾ നടുവേദന ഉണ്ടാകുമ്പോൾ ഡിസ്ക് കാരണമാണെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ ഡിസ്ക് കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നടുവേദന സാധാരണ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കുറവായിരിക്കും. എന്നാൽ ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് അഥവാ സ്പോണ്ടൈലോ ആർത്രോപ്പതി എന്ന് പറയുന്ന രോഗത്തിലെ നടുവേദന രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും നടുവ്. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ കുറച്ചൊന്ന് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നടുവ് കുറച്ചായി. ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ഈ നടുവ് കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗികളെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ആരംഭദശയിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരംഭദശയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചെറിയ എക്സസൈസ് കൊണ്ടും മരുന്ന് കൊണ്ടും ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഡീഫോമിറ്റി അല്ലെങ്കിൽ വൈകല്യം ഉണ്ടാകാൻ നമുക്ക് നോക്കാൻ സാധിക്കും. മാത്രമല്ല ആദ്യഘട്ടങ്ങളിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രോഗികൾക്ക് ചെറിയ രീതിയിലുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ പലപ്പോഴും റെസ്പോൺസ് വരുന്നതായിട്ടും കണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആരംഭദശയിൽ ഈ അസുഖം കണ്ടുപിടിച്ചില്ലെങ്കിൽ കാലക്രമേണ മറ്റ് സന്ധികളിലേക്ക് ഇത് വ്യാപിക്കും. ആദ്യം നടുവേദനയായിട്ട് തുടങ്ങുന്നത് പിന്നെ മുകളിലോട്ട് വ്യാപിച്ച് കഴുത്തിന് വേദനയാകും, കഴുത്തിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനുശേഷം ഇടുപ്പെല്ലിന്, കൈക്ക്, തോളെല്ലിന്, അങ്ങനെ ഓരോ സന്ധികൾക്കായിട്ട് ഇത് ബാധിച്ചു. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം സന്ധികളെ ബാധിച്ച് കഴിയുന്ന അടുത്ത ഘട്ടത്തിൽ പലപ്പോഴും കണ്ണുകളെ ബാധിക്കാറുണ്ട്. ഈ അസുഖത്തിൽ കണ്ണുകളിൽ നീർവീഴ്ച ഉണ്ടാകാം,
കണ്ണുകളിൽ ചുവപ്പുണ്ടാകാം, കാഴ്ച കുറഞ്ഞു വരാം. അതാണ് യുവിയൈറ്റിസ് എന്ന് പറയും. യുവിയൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കണ്ണുകളിലുണ്ടാകും. അതുപോലെ തന്നെ ഈ രോഗികളിൽ സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസസിനും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വയറിന് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും, അതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെല്ലാത്തിനും മൂലമായ കാരണം ഒന്നാണ് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഈ രോഗികളിൽ HLA-B27 എന്ന് പറയുന്ന ഒരു ജനിതകപരമായ ഘടകമുണ്ട്. ആ ഘടകം ഉള്ളത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് കാണിക്കപ്പെട്ടിരിക്കുന്നത്. സ്പോണ്ടലോആർത്രൈറ്റിസ് എന്നാൽ ഈ തണ്ടലുകളിൽ ജോയിൻസ് ഉണ്ട്, പല ജോയിൻസ് ഉണ്ട്, 10-30 ജോയിൻസ് ഉണ്ട്. ഈ ജോയിൻസിനെ ബാധിക്കുന്ന ഒരു പ്രത്യേക ഒരു അസുഖമാണ്. ജോയിൻസിന് ആദ്യമായി നീർക്കെട്ട് വരുന്നു. നീർക്കെട്ടിന്റെ പരിണതഫലമായി നമ്മുടെ ഈ ജോയിൻസ് എല്ലാം ഇല്ലാതായി ഒരു എല്ല് പോലെ ആവുന്നു. അതുമൂലം നമ്മുടെ പല നമ്മൾ സ്ഥിരമായി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പല മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആയി പോവുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം വലിക്കാനായിട്ട് നെഞ്ചിന്റെ ഭാഗത്ത് ജോയിൻസ് യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം വലിക്കാൻ പോലും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാർ ഓടിക്കുകയോ സ്കൂട്ടർ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്ത് തിരിക്കാതെ പറ്റില്ല. ഈ ഒരു അസുഖത്തിൽ അതെല്ലാം പറ്റാതെ വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിനേക്കാളും കൂടുതലായി ഇതെല്ലാം ഒരു അവസാനം വരുന്ന ഒരു പ്രശ്നമായി നമുക്ക് കൂട്ടാം. ഫസ്റ്റ് വരുന്ന വേദന, കഠിനമായ വേദനയാണ്. വേദന മൂലം പലർക്കും രാവിലെ സൂര്യൻ ഉദിച്ച് ഒരു 12-1 മണി വരെ ഒന്നും ചെയ്യാൻ തന്നെ പറ്റാത്ത ഒരു വളരെ മോശമായ ഒരു അസുഖമാണിത്. ഈ അസുഖത്തിന് ചികിത്സയെ സാധാരണ 2 തരം ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന് മരുന്നുകൾ, മറ്റത് എക്സസൈസ്. രണ്ടും ഈക്വൽ റോൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് മരുന്നുകളായി നമ്മൾ സാധാരണ നിങ്ങളെല്ലാം പറയുന്ന പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവ പെയിൻ കില്ലേഴ്സ് മാത്രമല്ല, ഈ അസുഖത്തിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കുകയും ഈ അസുഖത്തിന്റെ പ്രോബ്ലമായി വരുന്ന ഈ എല്ലുകളെല്ലാം ജോയിന്റ് ആവുന്ന ആ ഒരു പ്രവണത തടസ്സപ്പെടുത്തുന്ന ഏക മരുന്നുകൾ ഈ NSAIDs ആണ്. ഇത് പലപ്പോഴും തെറ്റായ ധാരണ മൂലം പലർക്കും അത് കഴിക്കാനായിട്ടുള്ള ഒരു ഭയം വരുന്നു. പലർക്കും അത് കഴിക്കാൻ പറ്റുന്നില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ ഈ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ നമ്മൾ തന്നെ ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ കഴിക്കുമ്പോഴാണ് അതിന്റെ കൂടുതൽ സൈഡ് എഫക്റ്റുകളെല്ലാം വരുന്നത്. എന്നാൽ നമ്മൾ ഒരു കറക്റ്റായ രീതിയിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഒരു മുന്നോട്ടത്തിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതുമൂലം വരുന്ന വയറിനുള്ള പ്രശ്നങ്ങൾ, കിഡ്നിക്കുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് ഇവയുടെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്താനായി നല്ല രീതിയിൽ പറ്റും. ഒരു 10-30% പേർക്ക് പലപ്പോഴും ഈ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ കഴിക്കുമ്പോഴും വേദനയ്ക്ക് ആവശ്യമായ ഒരു കുറവ് വരികയോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കുറവ് വരാതെ ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 2-3 തരം മരുന്നുകളുണ്ട്. ഈ മരുന്നുകളെല്ലാം സാധാരണ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ടൈപ്പ് മരുന്നുകളല്ല. ഇതെല്ലാം പ്രത്യേകമെന്ന് പറയുന്നത് TNF, അതായത് ഈ അസുഖത്തിന്റെ പ്രധാനമായ ഒരു സൈറ്റോകൈൻ, അതായത് മോശമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ശരീരത്തിന്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. അതുമൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. അപ്പോൾ ഈ സൈറ്റോകൈനെതിരെയുള്ള മരുന്നുകളാണ് TNF. അത് ഇഞ്ചക്ഷൻ രൂപേണയാണ് സാധാരണ വരിക. ഒന്നല്ലെങ്കിൽ ഞരമ്പുകളിലേക്ക് ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ തോലിലേക്കുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ ഇഞ്ചക്ഷന് ഏകദേശം പ്രതിമാസം ചെലവ് 40,000-50,000 രൂപത്തോളം വരും. അപ്പോൾ ഈ ചെലവ് മൂലം പലർക്കും അത് എത്തിക്കപ്പെടാൻ സാധിക്കുന്നില്ല. മരുന്ന് അവൈലബിൾ ആണ്, എന്നാൽ പലർക്കും അത് കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് നമ്മളൊരു എന്തെങ്കിലും ഇത് രോഗികളെല്ലാം ചേർന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് സൊസൈറ്റി മാതിരിയോ എന്തെങ്കിലും ഒരു സഹായം, അതായത് ഗവൺമെന്റിൽ നിന്നും സഹായം ചോദിക്കേണ്ടതാണ്. കാരണം ഈ അസുഖം മൂലം നമുക്ക് ഡിസേബിലിറ്റി വരുന്നു. എല്ലാ ഡിസേബിലിറ്റി വരുന്ന അസുഖങ്ങൾക്കും ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ജോലിക്ക് റിസർവേഷനും എല്ലാം ഉണ്ട്. പക്ഷെ ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ആനുകൂല്യമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇത് ഒരു നമ്മുടെ ഒരു എന്താ പറയാ, നമ്മൾ മരണപ്രശ്നമല്ല ഉണ്ടാകുന്നത്. സാധാരണ ഇപ്പോൾ മോർട്ടാലിറ്റി എന്ന് പറയും, അതായത് ഈ അസുഖം മൂലം ഉണ്ടാകുന്ന ആ ജീവിതത്തോടുള്ള അപകടം. ഇതിൽ അതിനേക്കാളും കൂടുതലായിട്ട് മോർബിഡിറ്റി, അതായത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരികയാണ് ഈ അസുഖത്തിൽ. അതുമൂലം നമ്മൾ കുടുംബത്തെ പോറ്റാനോ നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല.
വേറെ ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സാധാരണ വരുന്നത് ഒരു 15 മുതൽ 30 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ആണുങ്ങളെയാണ് കൂടുതൽ ബാധിക്കാറ്, എന്നാൽ സ്ത്രീകൾ ഇതിൽ നിന്ന് ടോട്ടലായി വിമുക്തമല്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് ഈ ഇത് വരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ക്രൂഷ്യൽ സമയമാണ് 15 മുതൽ 30 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയർ തീരുമാനിക്കുന്ന സമയം, അവരിനി ഫ്യൂച്ചറായി ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന സമയം. അത് ആ സമയത്ത് ഈ വേദന മൂലം, ഈ ബുദ്ധിമുട്ടുകൾ മൂലം അവർക്കത് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പായി ചേർന്ന് ശരിക്കും സഹായിക്കേണ്ടതാണ്. രാവിലേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഭയങ്കര സ്റ്റിഫ്നെസ്സും അതുപോലെ നടക്കാനൊക്കെ വളരെ വേദനയായിരിക്കും. അതുപോലെ തന്നെ കഴുത്ത്, എനിക്കുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴുത്ത് ഇപ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് മൂവ് ചെയ്യാൻ വേദനയുണ്ട്. അതുപോലെ തന്നെ നടുവേന്, ഈ 2 ജോയിൻസിനാണ് പ്രധാനമായിട്ട് വേദനയുള്ളത്. അപ്പോൾ ശരിക്കും പെയിൻ കില്ലറാണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ അമൃതേല പത്മനാഭ ഡോക്ടറാണ് ഞാനിപ്പോൾ കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനാണ്. ബാക്കിയുള്ള ഇപ്പോൾ അതിന് മുമ്പ് വന്നിരുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ഇപ്പോൾ പെയിൻ കില്ലേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് രോഗത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് വേദന നിയന്ത്രിച്ചു പോകാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതിനിപ്പോൾ എഫക്റ്റീവായിട്ട് ഇന്ന് ലോകത്തിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനാണ്. പക്ഷെ അതിന് ഏറ്റവും വലിയ പ്രോബ്ലം ഒരു മാസം ഒരു 50,000 രൂപയെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് അതിന് ചിലവ് വരും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള കുറേ യുവാക്കളെയാണ്. അപ്പോൾ അവരൊക്കെ ഒരു ജീവിതം ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 25-30 വയസ്സ് ആ ഒരു പ്രായത്തിന് ഇടയ്ക്ക് ഉള്ള നിരവധി വ്യക്തികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ ഇടയ്ക്ക് അവസരം കിട്ടാറുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം എല്ലാവരും വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു ഇത്രയും പൈസ മുടക്കി ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക മാർഗമില്ല. അപ്പോൾ അവരെല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രശ്നത്തിൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ നടപടികൾ എത്രയും പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കെല്ലാം ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. എനിക്ക് ഈ അസുഖം തുടങ്ങുന്നത് 2005-2006 കാലഘട്ടങ്ങളിലാണ്. അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ്. ഞാൻ എൻ്റെ അപ്പന് സിമന്റ് പണിയാണ്, അതായത് കൂലിപ്പണിയാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഇടവേളകളിൽ അപ്പനെ സഹായിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ മുട്ടുമിലാണ് ആദ്യം വേദന തുടങ്ങിയത്. അപ്പോൾ പണിയെടുക്കാൻ പറ്റാതെ സാഹചര്യമാണ് വന്നത്. അപ്പം ആദ്യം വിചാരിച്ചത് എന്തൊരു നീർവീക്കം എന്നാണ് ആൾക്കാർ പറയുന്നത്, നീർ കെട്ടിയതാണെന്നൊക്കെ. ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലത്തോളമൊക്കെ എന്താണ് അസുഖം എന്നറിയാതെ നമ്മൾ നടന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ജോലി ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോയിരുന്നത്. അത് തടസ്സപ്പെടുകയും പഠനത്തിന് ഗുരുതരമായിട്ടത് ബാധിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ സാർമാർ പരിശോധിച്ചു. അതിന്റെ ഫലമായിട്ട് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഇത് HIV-27 പോസിറ്റീവ് ബ്ലഡ് ടെസ്റ്റിലൂടെ ഇത് കണ്ടെത്തുകയും ആംഗ്ലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഞാനൊക്കെ ഓർക്കുകയാണ്, അതായത് ഒരു ലോഡ് പൂഴി ഒക്കെ വീടിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിലേ ഞാനൊരു അർബാൻ ഉപയോഗിച്ച് അതൊരു 3-3.5 മണിക്കൂറിനുള്ളിലൊക്കെ അത് കൊണ്ടുപോയിടാറുണ്ട്. അതായത് കായികപരമായിട്ട് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ 16 വർഷത്തിലധികമായി എനിക്ക് കഴുത്തിൽ ചെറുതായിട്ട് 16 വർഷങ്ങൾക്ക് പുറകോട്ട് വെച്ച് കഴുത്തിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് എനിക്കൊന്ന് വേദന വന്നു. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അത് കഴുത്തിൻ്റെ വേദന നീർക്കെട്ടായിരിക്കും എന്നാണ് ആദ്യം അടുത്തുള്ള ഹോസ്പിറ്റലുകൾ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആംഗ്ലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്നൊരു അസുഖമാണെന്നത് മനസ്സിലാക്കിയത്. ഈ അസുഖം ബാധിച്ചിരിക്കുന്ന ഞങ്ങളെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരാവണ്ണം സാധാരണ ഒരാൾ ഇരിക്കുന്ന പോലെ നേരാവണ്ണം ഇരിക്കുന്നതിനോ
നടക്കുന്നതിനോ കിടക്കുന്നതിനോ എന്ന് വേണ്ട ഭക്ഷണം കഴിക്കുന്നതിന് വായു വരെ നന്നായിട്ട് തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. നിത്യജീവിതത്തിൽ പ്രഭാതകൃത്യ കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വളരെയധികം തടസ്സം ഞങ്ങൾ അനുഭവപ്പെടുന്നു. തലയിൽ ഒരു വലിയൊരു കരിങ്കല്ല്, ഒരു 10-20 കിലോ ഭാരം വരുന്ന ഒരു വലിയൊരു കല്ല് തലയിൽ കയറ്റി വെച്ചിട്ട് ഒരാളോട് നടക്കാൻ പറഞ്ഞ് എങ്ങനെയിരിക്കും? ആ വിധത്തിലാണ് ഈ അമിതമായ ഭാരവും വലിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത്. കാല് നടക്കുമ്പോൾ കാലിൻ്റെ വലത്ത് ഭാഗത്തും ഇടഭാഗത്തും ഈ അരയ്ക്ക് താഴെയും മുട്ടിന് മുകളിലുമായിട്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് പിടുത്തം വരികയാണ്. നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു പ്രതീതിയാണ് വരുന്നത്. ശരീരം നേരാവണ്ണം ഒന്ന് വളയുന്നതിനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പ്രധാനമായിട്ടും ഈ ആംഗ്ലിസിംഗ് സ്പോണ്ടലൈറ്റിസിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് യുവാക്കളെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ആവേണ്ട ഒരു സമയമാണ് 15 വയസ്സ് മുതൽ 30 വയസ്സ്. സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാ പ്രതിസന്ധികളും നിലനിൽക്കെ തന്നെയാണ്. പിന്നെ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധിയും കൂടി കടന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അതന്നെ സംഭവിച്ചു. നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ പാവപ്പെട്ട മാതാപിതാക്കളെ നോക്കേണ്ടതുമായിട്ടുള്ള നമ്മുടെ കരിയർ ശ്രദ്ധിക്കേണ്ട സമയത്താണ് ഈ ഗുരുതരമായിട്ടുള്ള അസുഖം വരുന്നത്. ഈ അസുഖത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നിഷേധിക്കുന്നത് തീർച്ചയായും മനുഷ്യത്വപരമായ നിലപാടായിട്ട് തോന്നുന്നില്ല. മനുഷ്യത്വ നിഷേധപരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. ഇന്ത്യയിൽ ജനിച്ചു എന്നൊരു കാരണം കൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ തടയാവുന്ന മരുന്നുകൾ നിഷേധിക്കാനായിട്ട് പാടില്ല. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് ഈ അസുഖം വന്നപ്പോൾ ഞാൻ ഈ ഇഞ്ചക്ഷൻ ചെയ്യാതെ എൻ്റെ നീർ നടന്നിരുന്ന ഒരു വ്യക്തി വളഞ്ഞു നടക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ചില വ്യക്തികൾ എന്നെ സഹായിച്ചുകൊണ്ട് ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ആശ്വാസം സഹായം അവർ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 2-3 ഇഞ്ചക്ഷനുകളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ ഇതൊരു സ്ഥിരം പ്രോസസ്സായിട്ട് മാറണം. അതായത് ഒന്നെങ്കിൽ ഇഞ്ചക്ഷൻ ഇവിടെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിദേശത്ത് നിന്ന് വരുന്ന ഇഞ്ചക്ഷൻ്റെ ടാക്സ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അറിയാൻ കഴിഞ്ഞത് പല വിദേശ നാടുകളിലും ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ രോഗം സാധാരണ ബാധിക്കുന്നത് മധ്യവയസ്കർ അല്ലെങ്കിൽ യുവാക്കളെയാണ്. മറ്റ് വാതരോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ പ്രായക്കാർ, അതായത് 15-20 വയസ്സുള്ള ആൺകുട്ടികളെയാണ് ഈ രോഗം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമുള്ള ആൺകുട്ടികൾ പലപ്പോഴും ഈ രോഗത്താൽ പീഡിതരാകുമ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ പലപ്പോഴും പഠിക്കുമ്പോൾ ആയിരിക്കും ഈ അസുഖം അവരെ അലട്ടുന്നത്. അത് നടുവേദനയായിട്ട് തുടങ്ങി പിന്നീട് അവരുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും സമയത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പലപ്പോഴും താറുമാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കുട്ടികളെ ബാധിക്കുന്നത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുള്ള ഒരു അസുഖമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്ന 1% അതായത് 100-ൽ ഒരാൾക്ക് ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ 2 മുതൽ 3 ലക്ഷത്തോളം ആളുകൾ ഈ അസുഖത്താൽ ബാധിക്കപ്പെട്ടു. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ 3 ലക്ഷം യുവാക്കൾ എന്ന് പറയുമ്പോൾ 3 ലക്ഷം കുടുംബങ്ങളാണ് അഫക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്താണ് ബുദ്ധിമുട്ടിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാനായിട്ട് അത് ആദ്യ ദിശയിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ 1990-കളിലും 95-കളിലും വരെ ഈ അസുഖത്തിന് വളരെയധികം നല്ല ചികിത്സ ലഭ്യമല്ലായിരുന്നു. എന്നാൽ 1998 ആൻറ്റി TNF, അതായത് TNF എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഈ അസുഖത്തിന് പ്രധാനമായിട്ടും കാരണം. ഈ
ഈ ആൻറ്റി TNF എന്ന് പറയുന്നത്, ഈ TNF എന്ന് പറയുന്ന തന്മാത്രയെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡീസാണ്. ഈ ആൻറ്റി TNF എന്ന് പറയുന്ന മരുന്നുകൾ കണ്ടുപിടിച്ചതോടുകൂടെ ഈ അസുഖത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഈ ആൻറ്റി TNF ഇഞ്ചെക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ, വളരെ ആദ്യ ദിശയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ രോഗികൾക്ക് പൂർണ്ണമായും സാധാരണമായ ജീവിതം നയിക്കാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സാധാരണ ഈ രോഗം വരുന്നത് ഞാൻ പറഞ്ഞു, കശേരുക്കൾക്കിടയിൽ നീർവീഴ്ച വരുമ്പോൾ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അവിടെ തേയ്മാനം വരികയും കശേരുക്കൾ തമ്മിൽ യോജിച്ചു പോവുകയും കുഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആൻറ്റി TNF ഇഞ്ചെക്ഷൻ എടുത്ത് ആദ്യ ദിശയിൽ തന്നെ കണ്ടുപിടിച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ തടയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഈ ആൻറ്റി TNF ഇഞ്ചെക്ഷൻസ് പലപ്പോഴും വളരെ വില കൂടിയ ഇഞ്ചെക്ഷൻസാണ്. നമ്മുടെ സമൂഹത്തിൽ 1% താഴെ ആളുകൾക്ക് പോലും ഇത് അഫോർഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പലപ്പോഴും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ, പലപ്പോഴും ഈ മരുന്നുകളെല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ്, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നുകളാണ്. അതുകൊണ്ട് അതിന് ഡ്യൂട്ടി ഉണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ചികിത്സയ്ക്ക് തന്നെ 30,000-ലധികം ചിലവാകുന്ന ഈ ഇഞ്ചക്ഷനുകൾ വളരെ ഫലപ്രദമാണെങ്കിലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ അസുഖത്താൽ പീഡിതരായ അനേക ലക്ഷം ആളുകൾക്ക് ഇത് കൊടുക്കുവാൻ സാധിക്കാറില്ല. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി അത് അനുവദിക്കുന്നില്ല. ഇത്ര വിപ്ലവകരമായ ചികിത്സയിലുണ്ടായ മാറ്റത്തിൻ്റെ ഗുണം അനുഭവിക്കാതെ വേദനകളാൽ പീഡിതരായ അനേകം യുവാക്കൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്താൽ ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ സർക്കാരിനോടും അതുപോലെ കമ്പനികളോടും പറയാനുള്ളത്, ഈ മരുന്നുകളുടെ വില കഴിയുന്നതും കുറച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യമേകണമെന്നാണ്. ഈ അസുഖത്താൽ ബാധിതരായ എല്ലാവർക്കും തന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങളിപ്പോൾ എടുത്തു പോകുന്നത് റെമിക്കേറ്റ് ഒരു മെഡിസിനാണ് എടുത്തു പോകുന്നത്. പക്ഷേ ആ മെഡിസിൻ വളരെയധികം വില കൂടിയതാണ്. 100 mg ആ ഒരു മെഡിസിന് 41,500 റുപ്യയാണ് ഓപ്പൺ മാർക്കറ്റിൽ അതിൻ്റെ വില. ആരെക്കൊണ്ട് പോലും ഈ ഒരു മെഡിസിൻ, അത് ഒരു ഡോസ് മരുന്നെടുത്താൽ പോരാ. ഈ അസുഖം ബാധിച്ചിരിക്കുന്ന ഒരാൾ 10 ഡോസോ 12 ഡോസോ മരുന്നെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഈ അസുഖത്തിന് ഭാവിയിലേക്ക് ഇനി അത് കൂടി വരാതിരിക്കുന്നതിന്, അസുഖം മാറുന്നതിനല്ല, ഈ അസുഖം മറ്റ് ഭാഗങ്ങളിലേക്ക് വരാതിരിക്കുന്നതിനുള്ള ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ വില കൂടിയ ഒരു മെഡിസിൻ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിനും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സൗജന്യ നിരക്കിൽ അവശരായ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്ക് ഈ മെഡിസിൻ കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ MBA സീറ്റിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2008-2010 ബാച്ചിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആംഗ്ലോസിംഗ് സ്പോണ്ടലൈറ്റിസ് എന്ന ഈ രോഗം ബാധിച്ച് ഞാൻ കിടപ്പിലാവുന്നത്. പഠനം പാതി വഴി അവസാനിക്കുകയാണ് ചെയ്തത്. MBA ഒരു വലിയൊരു സ്വപ്നമായിരുന്നു സത്യത്തിൽ. അത് ഈ അസുഖം മൂലം കിടപ്പിലാവുകയും അതുമൂലം സാധാരണക്കാരനായ എൻ്റെ കുടുംബത്തിന് ഭീമമായ നഷ്ടം സംഭവിക്കുകയും ഞാൻ ഒരു 1.5 വർഷത്തോളം കിടപ്പിലാവുകയും ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് നടന്നു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഈ പെയിൻ കില്ലർ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകളാണ് കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷെ അതിലൊന്നും അത്ര ശമനം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഞാൻ 2008 40% 2008 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഈ അസുഖ സമയത്തൊക്കെ 40% വികലാംഗത. പക്ഷെ 2011 സമയത്തൊക്കെ ഒരു 60% അത് വർദ്ധിച്ചു. അതായത് എൻ്റെ വളവ് വളരെയധികം കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇഞ്ചക്ഷനെ പറ്റി നമ്മൾ കേട്ടത്. പക്ഷെ ഇഞ്ചക്ഷൻ വളരെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഒട്ടും താങ്ങാനാവാൻ കഴിയാത്തതായിരുന്നു. അപ്പം ഇത് ഇഞ്ചക്ഷൻ വേറെ ഒരു പോംവഴി ഇല്ലാതെ നിൽക്കുകയാണ്. കഠിനമായ വേദന, അതായത്
ഡെക്ലോഫെനാക്കിൽ സോഡിയം എന്ന പെയിൻ കില്ലറാണ് നമ്മൾ കഴിച്ചിരുന്നത്. പക്ഷെ അതിനും എൻ്റെ വേദനയെ തടസ്സപ്പെടുത്ത, അതായത് വേദനയെ നിർത്തലാക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ വേറെ എന്ത് ചെയ്യണം എന്ന് അന്ന് ആശയക്കുഴപ്പത്തിലായി. ആയുർവേദ ചികിത്സ തന്നെ ശരീരത്തിൽ ഫലിക്കാതെ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ ഇൻഫ്ലക്സ്മാബ് എന്ന ഇഞ്ചക്ഷനെ പറ്റിയിട്ട് അറിയുകയും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചെലവ് ഇത്രത്തോളം വരുമെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ അത് എടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 വർഷത്തോളം അത് ചെയ്യാതെ നമ്മൾ നടന്നു. പെയിൻ കില്ലറും പല ഈ വേദന കുറയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് നടന്നു. പക്ഷെ ഈ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം സഹായം സാധിക്കുന്നുണ്ട്. അപ്പം എനിക്കൊക്കെ ഒരു 17-18 വയസ്സിലൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ തുടക്കം. അപ്പോൾ പക്ഷെ അതിനുശേഷം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും അതികഠിനമായ വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്രൂരമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ബസ്സിലൂടെ. അതായത് സ്കൂൾ പിള്ളേരാന്ന് വിചാരിച്ചിട്ടൊക്കെ എന്നെ കണ്ടക്ടർമാർ കഠിനമായിട്ട് നമ്മൾ പൂന്തുകയും അല്ലെങ്കിൽ ഒരാൾ നമുക്ക് സീറ്റ് തരികയൊന്നുമില്ല. വളരെയധികം വിഷമം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ മെഡിക്കൽ ബോർഡിൻ്റെ അടുത്ത് ചെല്ലുകയും വികലാംഗ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. 2008-2009 ആ സമയങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് വികലാംഗ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി. പക്ഷേ കൈയും കാലും പോയവർക്കാണ് വികലാംഗ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്ന ഒരു ചിന്ത എൻ്റെ ഒരു മണ്ടൻ ചിന്തയായിരുന്നു. അതുകൊണ്ടത് ഉപയോഗിക്കാതെ ഞാൻ നടന്നു. 2011 എനിക്ക് 60% ആയപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചത്. മറ്റതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സന്നദ്ധ വ്യക്തികളോ ഈ മേഖലയിലേക്ക് കടന്നു വരണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഡോക്യുമെൻ്ററി തന്നെ ഈ അസുഖമൊക്കെ ഉണ്ടെങ്കിലും ഞാനും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്യുന്ന ജോസ്മോനൊക്കെ കൂടി ചെയ്യുന്നതാണ്. ജോസ്മോനൊക്കെ സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. പക്ഷെ അവന് ഈ ക്യാമറ പിടിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാനൊക്കെ കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു ഡോക്യുമെൻ്ററിലൂടെ ഈ ഗവൺമെൻറ് ഈ മേഖലയിലേക്ക് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ അസുഖമുള്ളവരൊക്കെ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു ഈ മരുന്നുകൾക്ക് വളരെ വില കൂടുതലാണ്. അത് കാരണമാണ് പലപ്പോഴും നമ്മുടെ രോഗികൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതാകുന്നത്. നമുക്കതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൻ്റെ വില കുറയ്ക്കുക അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അഫോർഡബിൾ ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യയിലെ കമ്പനികൾ ഈ മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇന്ത്യയിലെ കമ്പനികൾക്ക് അതിനുള്ള ടെക്നിക്കൽ അഡ്വാൻസസ് ഉണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും 2-3 വർഷത്തിനുള്ളിൽ ഈ മരുന്നുകൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം HIV പോലുള്ള മരുന്നുകളുടെ വില ആഗോളതലത്തിൽ തന്നെ കുറയ്ക്കുവാൻ ഇന്ത്യയിലെ കമ്പനികളാണ് മുൻകൈ എടുത്തിറങ്ങിയത്. ഇതിന് ഗവൺമെൻറ് അവർക്ക് പലതരത്തിലുള്ള സബ്സിഡികളും സഹായങ്ങളും ചെയ്തു നൽകി. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ വളരെയധികം ആളുകൾ കഷ്ടപ്പെടുന്ന ഈ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബയോളജിക്കൽ മരുന്നുകളും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാനായിട്ട് ഗവൺമെൻറ് മുന്നിട്ടിറങ്ങണം. നമ്മുടെ കമ്പനികൾ അതുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗമുള്ള ആളുകൾ ഒന്നിച്ചു ചേരണം. ഒന്നിച്ചു ചേർന്ന് സംഘടനകൾ ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിലേക്ക് നയിക്കണം. പലപ്പോഴും നമ്മുടെ അധികാരികൾക്ക് ഈ അസുഖമുണ്ടെന്നോ ഈ അസുഖത്തിൻ്റെ തീവ്രത എന്താണെന്നോ അറിയിക്കുവാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല. അതിനാൽ തന്നെ ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണം. അങ്ങനെ തന്നെയാണ് വിദേശങ്ങളിൽ പലപ്പോഴും സംഭവിച്ചത്. കാനഡയിലായാലും US-ലായാലും ഈ സംഘടനകൾ ഗവൺമെൻറ്റിലും മേലധികാരികളിൽ നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇന്ന് അവിടെയുള്ള എല്ലാ രോഗികൾക്കും തന്നെ ഈ മരുന്ന് ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് ഹീമോഫീലിയ പോലുള്ള അസുഖത്തിന് പലപ്പോഴും ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ഈ രോഗികൾ കൂട്ടായ്മകൾ മൂലം
അവർക്ക് വേണ്ട ഫാക്ട് റേറ്റ് എന്ന് പറയുന്ന വില കൂടിയ മരുന്ന് ഗവൺമെൻറ് സബ്സിഡി നിരക്കിൽ PHCകൾ വഴിയും ബ്ലഡ് ബാങ്കുകൾ വഴിയും വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ഈ രോഗികൾക്കിടയിൽ ഉണ്ടായാൽ അധികാരികൾ സമ്മർദ്ദം ചെലുത്താനും സബ്സിഡൈസ് നിരക്കിൽ, അതായത് വില കുറഞ്ഞ നിരക്കിൽ ഈ മരുന്നുകൾ ഈ രോഗികൾക്ക്, ആവശ്യമുള്ള രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ അനേക ലക്ഷം യുവാക്കൾക്ക് അതുമൂലം ഉപയോഗമുണ്ടാകും. അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അവരുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും അവർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു മുതൽക്കോട്ടായിട്ട് മാറുകയും ചെയ്യും. ഈ അസുഖത്തിൽ ഈ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ ചികിത്സ. ഇതിൻ്റെ ചികിത്സയിൽ എക്സർസൈസ്, അതായത് ശരിയായ വ്യായാമ മുറകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം മുമ്പ് പറഞ്ഞു, കശേരുക്കൾക്കിടയിൽ നീര് വീഴുന്ന കൊണ്ട് മുമ്പോട്ട് കുനിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ ഈ രോഗികൾ മുമ്പോട്ട് കുനിഞ്ഞു പോകാം. അതിനാൽ കുനിഞ്ഞു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നന്നായിട്ട് സൂര്യ നമസ്കാരം പോലെ എക്സ്റ്റൻഷൻ എക്സസൈസസ് ചെയ്യുന്നത് വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത്. കാരണം എപ്പോഴും കൂടുതൽ എത്ര എക്സസൈസ് ചെയ്യുന്നു, എത്ര ആക്റ്റീവായിട്ടിരിക്കുന്നോ അതായിരിക്കും ഈ രോഗികൾക്ക് എപ്പോഴും കൂടുതൽ നല്ലത്. അങ്ങനെ ശരിയായ ആരംഭദിശകൾ കണ്ടുപിടിച്ച് ആദ്യം തന്നെ മരുന്ന് തുടങ്ങി ശരിയായ രീതിയിൽ വ്യായാമ മുറകൾ ചെയ്താൽ ഈ രോഗികൾക്കെല്ലാം തന്നെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ മാറ്റം തന്നെയാണ്. മഴവില്ലഴകാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പ്രതിസന്ധിയല്ല, അവസരമാണ്. രോഗത്തെ ചെറുത്ത് വീരാളിയാവാൻ, കൂട്ടായ്മയിലൂടെ നന്മകൾ പകരുവാൻ, ജീവിതത്തിൻ്റെ പുതിയ ഈ സൗന്ദര്യവും നന്മയും ഞങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു.